ഫ്രണ്ട്സ്, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സിമ്പിൾ ചട്നി ഉണ്ടാക്കാമേ. അതിനു വേണ്ടി ഞാനൊരു തേങ്ങ ചിരുവിയത് എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി, 3 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനിയിപ്പം താളിക്കാൻ വേണ്ടത് ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും, ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നും. ഇനി നമുക്ക് ആദ്യം തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം, വെള്ളം ഒഴിക്കാതെ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇനി കറിവേപ്പില, പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പും, നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഇവിടെ എടുക്കുന്നുണ്ട്. ഫിൽറ്റർ വാട്ടർ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ഫിൽറ്റർ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. 1/4 ഗ്ലാസ് നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് അരച്ചാൽ മതി. ഞാനിവിടെ ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. എന്ന് വെച്ചാൽ തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതി, പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്. ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ താളിച്ച് കൊടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസ് വെച്ച് ഇനിയിപ്പോൾ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മളെടുത്ത് വെച്ച് ഉഴുന്നിട്ട് കൊടുക്കണം. ഉഴുന്നൊന്ന് കളറ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഒരു 2 സെക്കൻഡൊക്കെ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കടുക് വറുത്തത് ചട്നിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഒരു ചട്നിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഇഞ്ചി ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർത്താൽ മതി. ചിലവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, അവർ ഇഞ്ചി ഉപയോഗിക്കേണ്ട. ഇഞ്ചി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഒരുപാട് അരയണ്ട. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് തരിതരിയായിട്ട് അരച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.